കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിറഞ്ഞ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ കൊതിയോടും പ്രാർത്ഥനയോടും കാത്തിരിപ്പോടും ഉപവാസത്തോടും എന്നോട് ദൈവം സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു ആശയം ഇതിനകത്തുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ അകതാരിൽ തികഞ്ഞ ഭക്തിയോടെ കയറിയിരിക്കുന്ന, നിങ്ങളെ ലജ്ജിപ്പിക്കാത്ത ദൈവസാന്നിധ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുകയും നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ചെയ്യുന്നു. ഓരോ ദിവസവും തൻ്റെ ജീവൻ നമ്മുടെ മേൽ പകർന്ന് വഴി നമ്മുടെ മുമ്പിൽ തെളിച്ച് പോകേണ്ട വഴി നമ്മെ ഉപദേശിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവം ഇന്നും ഒരാശ്വാസദായകനായും ഒരു വെളിപ്പാടും ഒരു ദർശനവും അത് പ്രസംഗിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ, പ്രസംഗിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ മറന്നു പോകുന്നവരുണ്ട്, ദൈവമെന്ന് പറഞ്ഞ് മടുത്തു പോകുന്നവരുണ്ട്, ദൈവം ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകുന്നവരുണ്ട്, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇതിനെയൊക്കെ ശാസിക്കണമെങ്കിൽ, ഇതിനെയൊക്കെ ജയിക്കണമെങ്കിൽ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവം എന്ന് പറയുന്ന ഒരു ഏക സത്യമുണ്ട് എന്ന് നമുക്ക് നമ്മെ തന്നെ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെളിപ്പാടും ഒരു ദർശനവും തികഞ്ഞ ദൈവാശ്രയവും നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മടുക്കും, മറക്കും, മറുതലിക്കും. മടുക്കും, മറക്കും, മറുതലിക്കും. എത്ര സന്ദേശം കേട്ടിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഓരോ സന്ദേശങ്ങൾക്കകത്തുകൂടെയും ദൈവം എന്നെക്കുറിച്ചും അങ്ങയെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ദൈവം എന്ന് പറയുന്ന റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുള്ളത്. അത് വ്യക്തമായി വ്യവസ്ഥാപിതമാകുന്ന ഒരു ഗവൺമെൻറ്റാണത്. വ്യവസ്ഥാപിതമാകുന്ന ഒരു ഗവൺമെൻറ്റാണ്. അഴിമതിയില്ലാത്ത, കൈക്കൂലി മേടിക്കാൻ പറ്റാത്ത, കൂറുമാറാത്ത, ചിഹ്നം മാറ്റി കുത്താത്ത ഒരു വ്യവസ്ഥാപിതമായ ഗവൺമെൻറ്റാണത്. അവിടെ കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതൽ മറുപടിയും, പാപം ചെയ്തിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേഗവും കൂടുതലും മറുപടിയും, പാപം ചെയ്യാതെ കുറച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് കുറച്ച് മറുപടിയും വൈകിയുള്ള മറുപടിയും വരുന്നൊരു ഗവൺമെൻറ് അല്ല. അത് വ്യവസ്ഥാപിതമായ ചട്ടങ്ങളുള്ള, നിയമങ്ങളുള്ള, നീതി മാത്രമുള്ള ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ ദൈവത്തിൻ്റെ രാജ്യം. ആ ദൈവരാജ്യത്തിലാണ് ഞാനായിരിക്കുന്നത്, ആ ദൈവരാജ്യത്തിലാണ് അങ്ങായിരിക്കുന്നത്, ആ ദൈവരാജ്യത്തോടാണ് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൈവരാജ്യത്തിൽ നിന്നാണ് നാം പഠിക്കുന്നത്, ആ ദൈവരാജ്യത്തിൽ നിന്നാണ് നാം പ്രാപിക്കേണ്ടത്, ആ ദൈവരാജ്യത്തോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതിന് നമുക്കൊരു മുമ്പും പിമ്പും ഉണ്ടാകണം. എനിക്കൊരു മുമ്പും പിമ്പും സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്കും ഒരു ഇന്നലെയുണ്ട്, ഒരു ഇന്നുണ്ട്, ഒരു നാളെയുണ്ട്. നമുക്ക് ഇന്നത്തെ തകർച്ചയല്ല നമ്മുടെ വിഷയം, നാളത്തെ വളർച്ചയാണ് നമ്മുടെ വിഷയം. ഒന്നുകൂടെ പറയാം, ഇങ്ങനെ പറയാം, ഇന്നലത്തെ തകർച്ചയല്ല നമ്മുടെ വിഷയം, ഇന്നത്തെ വളർച്ചയാണ് നമ്മുടെ വിഷയം. നിങ്ങൾ പറഞ്ഞേ, ഇന്നലത്തെ എൻ്റെ തകർച്ചയല്ല എൻ്റെ വിഷയം, ഇന്നത്തെ വളർച്ചയാണ് എൻ്റെ വിഷയം. ഇന്നലത്തെ രക്ഷയില്ലായ്മയല്ല എൻ്റെ വിഷയം, ഇന്നത്തെ രക്ഷയാണ് എൻ്റെ വിഷയം. ഇന്നലത്തെ സ്കോപ്പില്ലായ്മയല്ല എൻ്റെ വിഷയം, ഇന്നത്തെ ഹോപ്പാണ് എൻ്റെ വിഷയം. എത്ര ദൈവമക്കൾ ആമേൻ പറയും? എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുമെന്ന്? സഹോദര, എല്ലാ സ്കോപ്പും നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിലും ഞാനൊരു ഹോപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് വന്നേ. എല്ലാ സ്കോപ്പും നഷ്ടപ്പെട്ടെങ്കിലും
ഇനി ഒരു സ്കോപ്പും ഇല്ലെങ്കിലും, രക്ഷയ്ക്ക് ഇനി ഒരു മാർഗ്ഗം ഇല്ലെങ്കിലും, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലും, ഞാൻ ദൈവാത്മ നിയോഗത്തോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് താങ്കളോട് പറയുന്നു, എനിക്കൊരു ഹോപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട്. എനിക്കൊരു ദൈവ സന്ദേശം നിങ്ങളെ അറിയിക്കാനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനോട് പറഞ്ഞത്, ശമൂവേലിനോട് പറഞ്ഞത്, എനിക്ക് ദൈവത്തിൻ്റെ ആലോചന നിന്നോട് അറിയിപ്പാൻ നീ അല്പം നിൽക്കുക, നീ ഒന്ന് അല്പം നിൽക്കുക. എനിക്കൊരാലോചന നിന്നോട് അറിയിക്കണമെങ്കിൽ നിൻ്റെ പൂർണ്ണമായിട്ടൊരു അറ്റൻഷൻ എനിക്ക് വേണം. ഇത് ഓടി വന്നിട്ടൊരു പ്രവചനം കേട്ടേച്ചും പോകുന്നൊരു പരിപാടിയല്ല. നീ ഒന്ന് നിൽക്കുക. അതാ ശൗല് പറഞ്ഞ്, ശമൂവേൽ പറഞ്ഞ്, ശൗൽ നീ ഒന്ന് അവിടെ നിൽക്കുക, എനിക്കൊരാലോചന കൈമാറാനുണ്ട്, എനിക്കൊരാലോചന നിന്നോട് കൈമാറാനുണ്ട്, എനിക്കൊരാലോചന നിന്നോട് കൈമാറാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊരാലോചന കൈമാറാനുണ്ട്. പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, എനിക്കൊരാലോചന കൈമാറാനുണ്ട്, എനിക്കൊരു ദൈവശബ്ദം കൈമാറാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്കൊരു ദൈവശബ്ദം കൈമാറാനുണ്ട്. അല്പം നിൽക്കുക, നീ അല്പം നിൽക്കുക. എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ ഞാൻ നിൽക്കാൻ തയ്യാറാ? എത്ര പേര് പറയും, കർത്താവേ ഞാൻ നിൽക്കാൻ തയ്യാറാ? യൂട്യൂബിൽ കാണുന്ന എത്ര ദൈവമക്കൾ പറയും, ഞാൻ നിൽക്കാൻ തയ്യാറാ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ, കർത്താവേ അടിയൻ്റെ ആ ശബ്ദം കേൾക്കാൻ നിൽക്കാൻ തയ്യാറാ? സമയമില്ലാർക്കും. അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തിലേക്ക് തിരിയുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ഒരു കാലത്തെക്കുറിച്ച് പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ അനുഗ്രഹീത തിരുവചനം ഒരു കാലത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. എന്താണത്? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഒരു മുൻപത്തെ കാലത്തെക്കുറിച്ചും പിമ്പിലത്തെ കാലത്തെക്കുറിച്ചും പറയുന്ന പുസ്തകമാണ് ബൈബിൾ. ബൈബിളിലുമുണ്ട് ഒരു പഴയ നിയമവും പുതിയ നിയമവും. ബൈബിളിലുമുണ്ട് പഴയ കാലവും പുതിയ കാലവും. ബൈബിളിലുമുണ്ട് യാഗങ്ങളുടെ കാലവും കൃപയുടെ കാലവും. ബൈബിളിലുമുണ്ട് പ്രവൃത്തി കൊണ്ടുള്ള രക്ഷയും വിശ്വാസത്താലുള്ള രക്ഷയും. നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട് ഒരു മുമ്പും ഒരു പിമ്പും. നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട് ഒരു ദോഷകാലവും ഒരു നല്ല കാലവും. നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഉണ്ടായിരുന്നു ഒരു ഇരുട്ടിൻ്റെ അനുഭവവും വെളിച്ചത്തിൻ്റെ അനുഭവവും. ഞാനിപ്പം നിൽക്കുന്നത് കൃപയുടെ യുഗത്തിലാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏതൊരു മനുഷ്യനും വിശ്വസിക്കുന്നവർക്ക് യഹൂദനെന്നോ യവനനെന്നോ ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ ഇല്ലാതെ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ രക്ഷയെ ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു കൃപായുഗത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നതുള്ളത് കൊണ്ട് എനിക്ക് ജയത്തോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, ആശയോടെ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റും, നിങ്ങളുടെ ഇരുട്ടിൻ്റെ ഒരു കാലമുണ്ടെങ്കിൽ നിങ്ങളുടെ വെളിച്ചത്തിൻ്റെ കാലത്തേക്ക് ഞാൻ ആത്മാവിൽ നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവിൽ നിങ്ങളെ ഞാൻ കൈപിടിച്ച് കയറ്റാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിനെ കർത്താവ് കൈപിടിച്ച് കയറ്റിയത് ഗർത്തങ്ങളിലേക്ക് പോകുമായിരുന്ന പത്രോസിനെയാണ് കർത്താവായ യേശു ക്രിസ്തു കൈ കൊടുത്ത് വലിച്ച് ജീവിതത്തിലേക്ക് ഇട്ടത്. ഇന്നും ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിലരുടെ കയ്യെ പരിശുദ്ധാത്മാവ് പിടിക്കും. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ. ഈ മുമ്പിലത്തെ ഇരുട്ടിനെക്കുറിച്ചും ഇരുട്ടിൻ്റെ അവസ്ഥകളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഇപ്പോഴത്തെ അനുഭവത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയത്തില്ല. മുമ്പും ഇപ്പോഴും എന്ന് രണ്ട് വാക്ക് 8-ാമത്തെ വാക്യത്തിൽ മാത്രം കാണാം. 5-ാമത്തെ അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ മുമ്പ് എന്നും ഇപ്പോൾ എന്നും രണ്ട് വാക്ക് ആ ഒറ്റ വാക്യത്തിൽ നമുക്ക് കാണാം. ആ രണ്ട് വാക്കും ഒന്ന് അടിവരയിട്ട് പഠിച്ചാൽ, അടിവരയിട്ട് നമ്മുടെ കണ്ണുകൾ ആ വാക്കിലേക്ക് ഒന്ന് തറപ്പിച്ചാൽ തന്നെ നിങ്ങളോട് പ്രവചിക്കുന്നൊരു പ്രവചനവാക്യമായിട്ട് ആ വാക്യത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ആക്ട് ചെയ്യാൻ പവറുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ആ അധ്യായത്തിലേക്ക്, ആ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മുമ്പേ എന്നൊരു വാക്കിനടിയിൽ ഒരു വരയിടുക.
ഇപ്പോഴോ എന്ന വാക്കിൻ്റെ അടിയിൽ വരയിടുക. എന്നിട്ട് 2 വാക്കുകൊണ്ട് മാറി മാറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളോട് ആ വാക്യത്തിന് പ്രവചിക്കാൻ ശക്തിയുണ്ട്. ഞാൻ ആത്മാവിൽ ഈ വാക്യത്തെ ആത്മാവിൽ ഒന്ന് അടർത്തിയെടുത്ത് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഞാൻ അതിൽ നിന്നൊന്ന് നുറുക്കാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ വാക്യം ഒരു പ്രവചനവാക്യമായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോവുകയാണ്. ഇന്ന് വ്യസനത്തിൻ്റെ ഇരുട്ടിലിരിക്കുന്നവരായാലും ശരി, പ്രതീക്ഷ അസ്തമിച്ച ഇരുട്ടിലായിരിക്കുന്നവരായാലും ശരി, അവിശ്വാസത്തിൻ്റെ ഇരുട്ടിലായിരിക്കുന്നവരായാലും ശരി, ജീവിതത്തിൽ ഇരുട്ടിലായിരിക്കുന്നവരായാലും ശരി, ഏത് പാപത്തിന്റെ ഇരുട്ടിലായിരിക്കുന്നവരായാലും ശരി, സ്കോപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നവരോട് എനിക്കൊരു ഹോപ്പിനെ കുറിച്ച് പറയാനുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിലത്തെ കാലത്തെ പുറകിലേക്ക് തള്ളിയിട്ടോ ഇപ്പോഴുള്ളതിലേക്ക് കയറി പിടിച്ചോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ വിത്തിൻ സെക്കൻഡ്സ് ഈ വാക്യം പ്രവചനാത്മാവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മതി. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്ത് തുടങ്ങിയാട്ടെ, ഒന്ന് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയാട്ടെ. മുമ്പിലത്തെ ഇരുട്ടിനെ കുറിച്ച് നീ ഓർക്കണ്ട. കഴിഞ്ഞ മാസത്തെ വേദനയെ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്. കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളെ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്. ഒരു മുമ്പിലത്തെ അനുഭവത്തെ പിൻപിലോട്ട് തള്ളിയിടാൻ, ഒരു മുമ്പിലത്തെ അനുഭവത്തെ പുറകിലേക്ക് തള്ളിയിടാൻ, പുറകിലേക്ക് മാറ്റിയിടാൻ മനസ്സില്ലാത്തവരുടെ ജീവിതത്തിൽ ആ മുമ്പിലത്തെ ഓർമ്മകൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മുമ്പിലത്തെ ഓർമ്മകൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഓർമ്മകൾ പിൻപറ്റാൻ നിങ്ങൾ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ പിൻപറ്റി മുൻപിലോട്ട് നടന്നോണം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. എന്നെക്കുറിച്ചും ദൈവത്തിൻ്റെ വാക്യത്തിൻ്റെ വചനത്തിനും അതൊക്കെ പറയാനുണ്ട്. എടാ, മുമ്പ് നീ ഇരുളായിരുന്നു. പക്ഷെ എൻ്റെ ഇപ്പോഴത്തേതിനെ കുറിച്ച് ഞാൻ ഓർക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ മെസ്സേജ് പറയാൻ കാണത്തില്ല. കാരണം ഞാൻ മുമ്പിലത്തെ ഇരുട്ടിൻ്റെ ഓർമ്മകളെയും ഇരുട്ടിൻ്റെ അവസ്ഥകളെയും ജീവിതത്തെയും ധ്യാനിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്തതിനകത്ത് എന്നെ ഓർമ്മ കൊണ്ടും ചിന്ത കൊണ്ടും ശീലങ്ങൾ കൊണ്ടും സ്വഭാവം കൊണ്ടും കുടുക്കിയിട്ടിട്ട് എൻ്റെ ഇപ്പോഴത്തെ ടൈമിനെ, നാളത്തെക്കുറിച്ച് സാത്താൻ ബോധേഡല്ല. നിങ്ങൾക്കറിയാവോ ആ കാര്യം? നിങ്ങളുടെ നാളെക്കുറിച്ച് സാത്താൻ ബോധേഡല്ല. നമ്മുടെ നാളെയെക്കുറിച്ച് സാത്താൻ ബോധേഡല്ല. സാത്താൻ എപ്പോഴും കറന്റ്ലി ആക്റ്റീവായിരിക്കുക. പിശാചിന്റെ സ്വഭാവം എപ്പോഴും കറന്റ്ലി ആക്റ്റീവായിരിക്കുക. നമ്മൾ തിരിച്ചാ. ഞാൻ ആരെയും ഞാൻ ആരെയും ഇങ്ങനെ വ്യക്തിപരമായി പറയുന്നതല്ല കേട്ടോ. നമ്മൾ തിരിച്ചാന്ന് പറയുന്ന ആരെയും വ്യക്തിപരമായി പറയുന്നതല്ല. ഈ ആശയം വേണ്ടവർക്കേ ആ വാക്ക് തൊടത്തുള്ളൂ. നമ്മൾ തിരിച്ചാ. നമ്മളെല്ലാം പിന്നെ തിരിച്ചു വെക്കുന്നവരാ. ഈ ശീലം സാത്താനില്ല. അവൻ നിലവിൽ ലഭ്യമായ അവസരത്തെ ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധനായി നിൽക്കുന്ന ഒരു വ്യക്തിയാ. അവനൊരു വ്യക്തിത്വമുണ്ട്. മുമ്പേ നിങ്ങൾ ഇരുട്ടായിരുന്നു. അത് മുമ്പേ നമ്മൾ അവന്റെ ആളായിരുന്നത് കൊണ്ടാണ് ഇരുളായിരുന്നത്. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. എൻ്റെ ഇപ്പോഴത്തെ സമയവും ഇപ്പോഴത്തെ മനോഭാവവും ഇപ്പോഴത്തെ ചിന്തയും ഇപ്പോഴത്തെ ശ്രദ്ധയും ഇപ്പോഴത്തെ തീരുമാനവും ഇപ്പോഴത്തെ എനർജിയും ഇപ്പോഴത്തെ പ്രായവും ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡും എപ്പോൾ സാത്താൻ കൈവശമാക്കുന്നോ ആ സെക്കൻഡിലാണ് അവന്റെ വിജയം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇപ്പോ ഈ സമയം നിങ്ങൾ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന സമയത്തെ, നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ താല്പര്യത്തെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ ഏകാഗ്രതയെ, നിങ്ങളുടെ മനോഭാവത്തെ, നിങ്ങളുടെ വിശ്വാസത്തെ എപ്പോൾ സാത്താൻ അറ്റാക്ക് ചെയ്യുന്നോ, അവൻ അതിനെ കീഴ്പ്പെടുത്തുന്നു, ആ സെക്കൻഡിൽ അവൻ ചെയ്ത പ്രവൃത്തിയാണ് അവന്റെ വിജയം. ക്ലിയർ?
അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഒരു ഹോൾ ഡേ സാത്താൻ അറ്റാക്ക് ചെയ്യുമ്പോഴല്ല അവന്റെ വിജയം. ഇപ്പോൾ ഈ സമയം, അറ്റ് പ്രസന്റ്, ഈ സമയം നിങ്ങൾ ഏത് താല്പര്യത്തോടെ, ഏത് മനോഭാവത്തോടെ, ഏത് വിശ്വാസത്തോടെ, എന്ത് ആറ്റിറ്റ്യൂഡോടെ നിങ്ങൾ ഇരിക്കുന്നോ അവിടെയാണ് നിങ്ങളുടെ വിജയവും സാത്താന്റെ വിജയവും. ഒരു എക്സാമ്പിൾ എന്നെ വെച്ച് പറയാം. ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ജസ്റ്റ് ബൈബിൾ വായിച്ച് ബുദ്ധിയിൽ നിന്നോ ചിന്തയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ 1-2 നിങ്ങളോടങ്ങ് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആശീർവാദവും പറഞ്ഞ് കാര്യം അങ്ങ് അവസാനിപ്പിക്കാം. പക്ഷെ രണ്ടാമതൊരവസരം എനിക്ക് വെച്ചിരിക്കുന്നതാ. ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പൊ പറയുന്നത് ഇപ്പോഴോ അതെന്റെ അവസരം. ആ അവസരത്തിൽ ഈ മെസ്സേജിനെ എടുത്ത് ആത്മാവിൽ പരിശുദ്ധ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് അവിടുത്തെ പാദപീഠത്തിൽ അണഞ്ഞ് അതിനകത്ത് കിടക്കുന്ന ആഴങ്ങളിലെ മർമ്മത്തെ എൻ്റെ ജനത്തിലേക്കും എന്നിലേക്കും ഒന്ന് പകരണമെന്നൊന്ന് ആത്മാവിൽ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ ആശ്രയിച്ച് ഇതിനെ അങ്ങോട്ട് നുറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വാക്യം 8ാമത്തെ വാക്യത്തിനകത്ത് കിടക്കുന്നു. ഈ വാക്യത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകും. മീൻസ് എനിക്ക് ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഒരു അസോസിയേഷനിലും എനിക്ക് അപ്പത്തെ നുറുക്കാം. എൻ്റെ കയ്യിലുള്ള നൈഫ് വെച്ചും എനിക്ക് അപ്പത്തെ നുറുക്കാം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ, എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഈ ആശയത്തെ, എൻ്റെ ഇപ്പോഴത്തെ ഈ ആറ്റിറ്റ്യൂഡിനെ, എൻ്റെ ഇപ്പോഴത്തെ ഈ ദർശനത്തെ എപ്പോൾ സാത്താന് കൈവശപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നുവോ അവിടെ അവന്റെ ജയം, എൻ്റെ പരാജയം. സഹോദര, നിന്റെ വിടുതൽ ഈ മീറ്റിംഗിന്റെ ആശീർവാദം പറയുമ്പോഴല്ല, നിങ്ങളുടെ വിടുതൽ ഈ വർഷത്തിന്റെ അവസാനമല്ല, നിങ്ങളുടെ വിടുതൽ ഈ മാസത്തിന്റെ അവസാനമല്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഷിഫ്റ്റ് നടക്കണമെന്ന് ആർ ചിന്തിക്കുന്നുവോ, ആർ ഈ അവസരത്തെ യൂട്ടിലൈസ് ചെയ്യുന്നുവോ, ആർ ഇപ്പോഴത്തെ ഈ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുവോ, ആര് ഈ സമയത്തിൽ ഈ ഒരു ദൂതിന്, ഈ ഒരു സന്ദേശത്തിന് ആമേൻ പറയുന്നുവോ, അവനാണ് സാത്താനെ കീഴ്പ്പെടുത്തുന്നവൻ. അവനാണ് പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും മെധിക്കുന്ന ദൈവാധികാരം യൂസ് ചെയ്യുന്നവൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പാമ്പിനെ ചവിട്ടിയപ്പോൾ അതിനെ തിരിഞ്ഞു കടിച്ചു എന്ന് മുൻപിലത്തെ ദിവസത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും, കഴിഞ്ഞ പ്രാവശ്യം ഉപവസിച്ചപ്പോഴാണ് പ്രശ്നം വർദ്ധിച്ചതെന്ന് മുമ്പിലത്തെ കാര്യത്തെക്കുറിച്ചും, കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ പ്രാർത്ഥനയിൽ ഏകാഗ്രത ചെയ്തപ്പോഴാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പ്രാർത്ഥന കോർഡിനേറ്റ് ചെയ്തപ്പോഴാണ്, കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് സുവിശേഷം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ തകർച്ച വന്നതെന്ന് മുമ്പിലത്തെ ഓർമ്മകൾക്കകത്ത് നിലവിൽ ജീവിക്കുന്നവരും ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെട്ടവരും ഒരുപോലെ. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മുമ്പേ നിങ്ങളെ അറ്റാക്ക് ചെയ്ത ഒരു ദൈവിക അഭിഷേകമല്ല നിങ്ങളുടെ മേൽ കിടക്കുന്നതെന്ന്, മുമ്പേ നിങ്ങളെ കീഴ്പ്പെടുത്തിയ ഒരു ദൈവശക്തിയല്ല നിങ്ങളുടെ മേൽ കിടക്കുന്നതെന്ന്, മുമ്പേ നിങ്ങളെ വഴി നടത്തിയ ഒരാത്മാവല്ല ഇപ്പോൾ നിന്നെ വഴി നടത്തുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഈ സെക്കൻഡിൽ ഞാൻ ആത്മാവിൽ റിലീസ് ചെയ്യുന്നു, ഇപ്പോൾ നിന്റെ ജീവിതം ചേഞ്ച് ആകും. Amazing word of God. ഇപ്പോൾ നിലവിലുള്ള ഞാൻ മതി എൻ്റെ ദൈവത്തിന് അസാധാരണമാകുന്ന ഒരു നിലവാരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. പക്ഷേ നിലവിലുള്ള ഞാനൊന്ന് ജനിക്കണം. നിലവിലുള്ള ഞാനൊന്ന് ജനിക്കണം. എങ്ങനെ ജനിക്കണം? വിശ്വാസത്തിൽ ജനിക്കണം, പ്രവൃത്തിയിലൊന്ന് ജനിക്കണം, വചനത്തിലൊന്ന് ജനിക്കണം, മാനസാന്തരപ്പെടണം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, സംശയമില്ല. അതുകൊണ്ടാണല്ലോ വെളിച്ചം എന്തെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി. കഷ്ടതയ്ക്കകത്തുകൂടെ വളർന്നു വന്ന ഒരു ദൈവ പൈതൽ അവന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുമ്പോൾ നെകളിക്കാത്തവനാണെങ്കിൽ, അഹങ്കരിക്കാത്തവനാണെങ്കിൽ, എല്ലാം എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എൻ്റെ യോഗ്യത കൊണ്ട് കർത്താവ് എൻ്റെ മേൽ കൊട്ടിയതാണ് എന്ന്
ചിന്തിക്കാത്തൊരു വ്യക്തി എപ്പോഴും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കും. ഒന്നുമില്ലായ്മയുടെ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കും. എല്ലാമുള്ളൊരു കാലഘട്ടം ദൈവം നമുക്ക് തരുമ്പോഴും ഒന്നുമില്ലായ്മയുടെ കാലത്തെ അവൻ ഓർക്കും. ഇതുപോലെ മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ സന്തോഷിക്കേണ്ടതും സന്തോഷിക്കുന്നതും. ഒരിരുട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്നത് വെളിച്ചം എന്തെന്ന് പഠിപ്പിക്കാനാണ്. ഒരു ഇരുട്ട് കർത്താവ് ജീവിതത്തിൽ അനുവദിക്കുന്നത് വെളിച്ചത്തിന്റെ വില മനസ്സിലാക്കാനാണ്. ഒരു ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് എന്താണ് എല്ലാം ഉള്ളപ്പോഴുള്ള സന്തോഷമെന്നും ഒന്നുമില്ലാത്തവന്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. നമ്മുടെ ഇന്നലത്തെ ഇരുളിന് നിങ്ങളെ ഇന്നത്തെ വെളിച്ചത്തിന് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇന്നലത്തെ ഇരുളിന് നിങ്ങളെ ഇന്നലത്തെ ഇരുട്ടിനകത്ത് മറയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ കർത്താവിൽ ഇന്ന് നിങ്ങൾക്കുള്ള വെളിച്ചത്തിന് നിങ്ങളെ പലതിനെയും ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇന്ന് ഈ സന്ദേശത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രകാശം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നാൽ നമ്മുടെ ലൈഫിൽ അദൃശ്യമണ്ഡലത്തിൽ ഇരുട്ടിനകത്ത് പൊതിഞ്ഞു കിടക്കുന്ന പല വെളിച്ചത്തിൽ വരേണ്ടതിനെയും ആത്മാവിൽ ക്ലെയിം ചെയ്ത് വെളിച്ചത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടുണ്ടാകത്തില്ല. ഇന്നലെയും കഴിഞ്ഞ മാസങ്ങളിലൊന്നും ഉപവസിച്ചിട്ട് നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സമയത്തെ എങ്ങനെ നിങ്ങൾ കാണുന്നു, ഇപ്പോഴത്തെ ഈ സമയത്തെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു തിരുവെഴുത്തിനെ, ഈ ഒരു സമയത്തെ നിങ്ങളിതിനെ എങ്ങനെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ നിലയിൽ നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ തയ്യാറായാൽ, നിങ്ങൾ ഈ ശബ്ദത്തെ, നിങ്ങൾ ഈ സമയത്തെ, ഈ ദിവസത്തെ, ഈ അവസരത്തെ നിങ്ങൾ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു, എന്ത് പർപ്പസിനാക്കി നിങ്ങൾ ഇതിനെ മാറ്റുന്നു, ആ പർപ്പസിനകത്ത് ഒരു ദൈവിക വെളിച്ചം വീശിയിരിക്കും. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. എന്തുവാ ഞാൻ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമില്ല പാസ്റ്റർ, ഞാൻ ഇപ്പോഴും അന്ധകാര ശക്തിക്കകത്താണ്, ഇപ്പോഴും പൈശാചിക ശക്തികൾ എന്നെ കീഴ്പ്പെടുത്തുന്നു, ഇപ്പോഴും അശുദ്ധാത്മാക്കൾ എന്നെ അലട്ടുന്നു, ഇപ്പോഴും മാറി മാറി ഞാൻ പല പ്രശ്നങ്ങൾക്കകത്ത് കിടക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തോ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു മർമ്മം, എൻ്റെ ലൈഫിലെ 3 പാർട്ട്, സ്പിരിറ്റ്, സോൾ, ബോഡി, ഈ 3 പാർട്ടിനകത്തും ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു ചട്ടം നടപ്പാവണം, ഒരു നിയമം നടപ്പാവണം, ഒരു നിയമ നിർമ്മാണം തന്നെ നടപ്പാവണം. ഒന്നുകൂടെ പറയാം, ഒരു മനുഷ്യന് 3 ഘടകങ്ങൾ. മാൻ ഈസ് എ ട്രൈക്കോട്ടമി. ആ ട്രൈക്കോട്ടമി ആയ ഒരു മനുഷ്യൻ അവന്റെ സ്പിരിറ്റിലും അവന്റെ സോളിലും അവന്റെ ബോഡിയിലും ഈ നിയമ സംവിധാനത്തെ നടപ്പാക്കാൻ നിർബന്ധിക്കപ്പെട്ടവനാണ്, അല്ല നിയോഗിക്കപ്പെട്ടവനാണ്. നിർബന്ധിക്കപ്പെട്ടവനല്ല, നിയോഗിക്കപ്പെട്ടവനാണ്. യേശു കർത്താവിന്റെ ലൈഫിൽ യേശു കർത്താവ് പാലിച്ചിരുന്ന നിയമം കേവലം തന്റെ ആത്മീയ ജീവിതത്തിൽ മാത്രം പ്രാബല്യത്തിൽ വന്ന ഒന്നായിരുന്നില്ല. കർത്താവിന്റെ ജീവിതത്തിന് വ്യക്തമായ അച്ചടക്കം ഉണ്ടായിരുന്നു. സംസാരത്തിന് വ്യക്തമായി അളന്നു തൂക്കിയ
ഒരു 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 നിലവാരം കാത്തു സൂക്ഷിച്ചിരുന്നു. വസ്ത്രധാരണത്തിലും നടപ്പിലും പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും ആ നിയമ സംവിധാനം താൻ നടപ്പാക്കിയിരുന്നു. അത് വയലേറ്റ് ചെയ്തില്ല, ആ നിയമം, ആ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നില്ലെന്ന് കർത്താവ് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് താൻ ഒരു സക്സസ് മാൻ ആയിരുന്നു. അനുസരിച്ച് നടക്കേണ്ട ആത്മാവിനെ അറിയുന്നത് കൊണ്ടല്ല, അനുസരിച്ച് നടക്കേണ്ട ആത്മാവിനെ അറിയുന്നത് കൊണ്ടല്ല, അനുസരിച്ച് നടക്കേണ്ട ആത്മാവിനെ അറിയുന്നത് കൊണ്ടല്ല, അറിഞ്ഞ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നിടത്താണ് സക്സസ് ഇരിക്കുന്നത്. അനുസരിച്ച് നടക്കുന്ന ആത്മാവിനെ എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ ആത്മാവിനെ എല്ലാവരും അനുസരിക്കണം. ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യ ശക്തി ആർക്കും അറിയാം. ക്രൈസ്തവനും അറിയാം, അക്രൈസ്തവനും അറിയാം. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, അങ്ങനെ അതിനെ അങ്ങ് ഡീറ്റെയിൽ ചെയ്താൽ പോലും ആ ശക്തിക്ക് വിരോധമായി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഏത് വിശ്വാസിക്കും അവിശ്വാസിക്കും അറിയാം. അതൊരറിവാ. ആ അറിവ് കൊണ്ട് അവൻ നല്ലത് ചെയ്യുന്നില്ലല്ലോ, ആ അറിവിനെ അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലല്ലോ, ആ അറിഞ്ഞതിനെ അവൻ അനുസരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്ത് ഫലം? എന്നാൽ അറിഞ്ഞതിനെ അനുസരിക്കേണ്ടതിനെ അറിയുന്നത് കൊണ്ടല്ല, അറിഞ്ഞതിനെ അനുസരിക്കുന്ന ഇടത്താണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒരു പാക്കേജാക്കി വെച്ചിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഡെലിവറൻസ്, സേഫ്റ്റി, പ്രൊട്ടക്ഷൻ, അനോയിന്റിങ് എല്ലാം നമുക്ക് പ്രൊവിഷൻസ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളെയും, അപ്പൊ കാലങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ ഇന്നും വിശ്വാസ സമൂഹത്തിനകത്തുണ്ട്. സമയങ്ങൾ നോക്കി നടക്കുന്നവർ ഇന്നും വിശ്വാസ സമൂഹത്തിനകത്തുണ്ട്. നാളുകളും നക്ഷത്രങ്ങളും നോക്കി നടക്കുന്നവർ ഇന്നും വിശ്വാസ സമൂഹത്തിനകത്തുണ്ട്. എന്നാൽ അറിവില്ലായ്മ കൊണ്ടല്ല, അറിയാം. ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അനുസരിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ് അനുസരണത്തിന്റെ പ്രതിഫലമായി എനിക്ക് വരണമെന്ന് ഞാൻ ശഠിക്കേണ്ടത്? എന്താണ് ഞാൻ ശഠിക്കേണ്ടത്? എനിക്ക് ശഠിക്കാൻ പറ്റുമോ? ശാഠ്യം കാട്ടാൻ പറ്റുമോ? നിർബന്ധിക്കാൻ പറ്റുമോ? മധ്യസ്ഥരെ കൊണ്ടുവരാൻ പറ്റുമോ? പിടിച്ചു കുലുക്കാൻ പറ്റുമോ? പിണങ്ങാൻ പറ്റുമോ? പട്ടിണി സമരം നടത്താൻ പറ്റുമോ? എന്തു ഗുണം? അനുസരിക്കേണ്ടതിനെ അറിയുന്നത് കൊണ്ടല്ല, അറിഞ്ഞതിനെ അനുസരിക്കുന്നിടത്താണ് പ്രതിഫലം മറഞ്ഞിരിക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിലെ അധികാരത്തിന്. അപ്പൊ ആകാശത്തിലെ അധികാരം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്കും ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് യുദ്ധം ചെയ്യുന്നവരിലേക്കും വ്യാപരിക്കുന്ന ഒരധികാരത്തിന്റെ ശക്തിയാണ്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. നിങ്ങൾ ആ സന്ദേശം കേട്ടിട്ടില്ലെങ്കിൽ സ്പിരിറ്റ് റിലം എന്ന് പറയുന്ന ഒരു സന്ദേശം കിടപ്പുണ്ട്. നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഭൂമിയിൽ താമസിക്കുന്ന നമ്മൾ ആത്മമണ്ഡലത്തിനകത്ത് പ്രവർത്തിക്കേണ്ടവരാകുന്നതുകൊണ്ടും ഭൂമിയിൽ നാം ചില കാര്യങ്ങൾ തെളിയിച്ച് ചില കാര്യങ്ങൾക്ക് പ്രാപ്തരായി യോഗ്യരായി ദൈവഭവനത്തിൽ ചെന്നണയേണ്ടതുള്ളത് കൊണ്ടും ശരീരമെന്ന ഈ വാഹനത്തിനകത്താണ് ദൈവത്തിൽ നിന്ന് നിശ്വസിക്കപ്പെട്ട ആത്മാവ് വസിക്കുന്നത് എന്നുള്ളത് കൊണ്ടും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഒരുപോലെ ദൈവത്തിൻ്റെ നിയമ സംവിധാനത്തിൻ്റെ അകത്ത് നിൽക്കേണ്ടതാകുന്നു. അറിയുന്നത് ആത്മാവായിരിക്കാം, മനസ്സായിരിക്കാം. ദൈവത്തെ നമ്മൾ അനുസരിക്കണം, ദൈവകൽപ്പനകളെ നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. പക്ഷെ അത് ശരീരം കൂടെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അറിയുന്നത് സ്പിരിറ്റ് ആയിരിക്കാം. ആ അറിഞ്ഞതിനെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കൂടെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് അനുസരണത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ പകരപ്പെടുന്നത്. ആർക്കും തടയാനൊക്കത്തില്ല. അത് ആകാശത്തിലെ ശക്തിക്കും തടയാനൊക്കത്തില്ല. അത് സ്വർഗത്തിലെ ഒരു ശക്തിക്കും ദൂതനെങ്കിൽ പോലും തടയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ
ഭൂമിയിൽ ആകാശത്തിന്റെ അധികാരങ്ങൾക്ക് വശംവദരായി തകർന്നുപോയ ഒത്തിരി ദൈവമക്കളുണ്ട്. ശിംശോൻ എന്ന് പറയുന്ന അഭിഷിക്തനായ ദൈവവൈതൽ, ദൈവദാസൻ, അഭിഷിക്തൻ, കർത്താവ് അസാധാരണമാകുന്ന ദൈവശക്തി കൊണ്ട് നിറച്ചൊരു മനുഷ്യനായിരുന്നു. പക്ഷെ തന്റെ പോരാട്ടം ഭൂമിയിലെ ഒരു സുന്ദരിയായ സ്ത്രീയിലൂടെയാ വന്നേ. ആ സ്ത്രീയെ ഇമ്പോർട്ട് ചെയ്തതാ. ശത്രുരാജ്യത്തിന്റെ ആവശ്യം നടക്കാൻ വേണ്ടി അവളെ വേഷം കെട്ടിച്ച് ശിംശോന്റെ ശക്തി കേന്ദ്രത്തിലേക്ക് ആവാഹിച്ചു കയറ്റി. എന്നിട്ട് അവനെ മൊത്തത്തിൽ അസ്വസ്ഥപ്പെടുത്തി ശക്തി കേന്ദ്രത്തെ തിരിച്ചറിഞ്ഞ് തന്നെ ഒന്നുമല്ലാത്തവനായി ഈ ഭൂമിയിൽ നിന്നും ആത്മമണ്ഡലത്തിൽ നിന്നും തന്നെ ക്യാൻസൽ ചെയ്തവൻ. സഹോദര, അറിയാഞ്ഞിട്ടാണോ? അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണോ? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? കെട്ടുകൾ പൊട്ടിക്കാൻ ദൈവശക്തി റിലീസാകാഞ്ഞിട്ടാണോ? എത്രയോ വട്ടം ദുഷ്ടശത്രുക്കൾ കെട്ടിയ ബന്ധനങ്ങളെ പൊട്ടിച്ചിട്ടും ഇതെനിക്ക് ദൈവം ചെയ്തു തന്ന ഫേവർ ആണെന്ന് മനസ്സിലാകാത്തോണ്ടാണോ ശിംശോനെ പിന്നെ മടിയിൽ തല കൊണ്ട് വെച്ചു കൊടുത്തിട്ട് ശക്തി കേന്ദ്രത്തെ നീ പ്രദർശിപ്പിച്ചത്? സഹോദര, സഹോദരി, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ശത്രുവിന്റെ മടിയിൽ തല കൊണ്ട് വെച്ചു കൊടുത്തിട്ട് എന്റെ ശത്രു കേന്ദ്രം ഇതാണ് എന്ന് പറഞ്ഞും കൊടുത്തേച്ച് എന്റെ തല പോകാതെ കർത്താവ് കാത്തുകൊള്ളണേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുമെന്നേ ഞാൻ കരുതുന്നില്ല. ആവശ്യമില്ലാത്ത ഇടത്ത് തല കൊണ്ട് വെച്ചു കൊടുക്കല്ല്. ആവശ്യമില്ലാത്ത ഇടത്ത് നമ്മുടെ അഭിഷേകം കൊണ്ട് വെച്ചു കൊടുക്കരുത്. ആവശ്യമില്ലാത്ത ഇടത്ത് നമ്മുടെ ജീവിതത്തെ കൊണ്ട് വെച്ചു കൊടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് എന്തു പറയുന്നോ അതിനനുസരിച്ച് മാത്രം അതിനനുസരിക്കുക. അനുസരിച്ച മൂവ്മെന്റ് നടക്കും. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്. മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ഓപ്ഷൻ കർത്താവ് ഉൽപ്പത്തി മുതൽ മനുഷ്യർക്ക് വെച്ചതാ. ഈ ഓപ്ഷൻ ഇപ്പൊ വന്നതല്ല, ഇത് ഉൽപ്പത്തി മുതൽ മനുഷ്യർക്ക് വെച്ചതാ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നഷ്ടപ്പെടുത്തിയവരാണ് ആദിമ നൂറ്റാണ്ട് മുതൽ, ആദികാലം മുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോഴത്തെ അവസരം, അതിനകത്തു വീണുപോയവരാണ് കൂടുതൽ. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് വിൻഡോ കിളിവാതിലൂടെ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ഇപ്പോൾ ലഭിച്ച ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാമായിരുന്നിട്ടും ആ അറിവിനെ അനുസരണയാക്കിക്കൊണ്ട് നടക്കാതെ അല്പസമയം നോക്കി നിൽക്കാൻ തോന്നി. വേണ്ടാത്തടുത്ത് നോക്കി നിൽക്കുമ്പോഴാ വേണ്ടാത്ത പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകുന്നേ. ആ നോക്കി എന്ന കാരണത്താൽ ഡീമൻ തന്റെ ഉള്ളിൽ കടന്നു. ഡീമൻ കടന്ന കാരണത്താൽ അവളെ ബെഡ്റൂമിനകത്ത് കൊണ്ടുവരണമെന്ന് തോന്നി. ബെഡ്റൂമിൽ കൊണ്ടുവന്ന കാരണത്താൽ പാപം ചെയ്യണമെന്ന് തോന്നി. പാപം ചെയ്തു എന്ന കാരണത്താൽ അവളുടെ നിയമപരമായ ഭർത്താവിനെ കൊല്ലണമെന്ന് തോന്നി. മോനെ, ഒരു തെറ്റിന് എത്ര തെറ്റ് വീണ്ടും 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 ചെയ്യാൻ സാത്താൻ നിന്നെ നിർബന്ധിച്ചു. ഞാൻ ആത്മാവിൽ ഞാനിത് സെൻസ് ചെയ്യാൻ ഒത്തിരി ദൈവദാസന്മാർക്ക് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് എത്തിച്ചു കൊടുക്കും. ഒത്തിരി ദൈവ മക്കൾക്ക് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കും. ഒരു തെറ്റിനെ മറയ്ക്കാൻ വീണ്ടും 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 പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എന്ന സമയത്തെ, ഇപ്പോൾ എന്ന ആ ഒരു സാഹചര്യത്തെ വൈസ്ഫുള്ളി, ഇന്റലിജന്റ്ലി ഞാൻ അതിനെ മാനേജ് ചെയ്തെങ്കിൽ ഞാനൊരു ജീനിയസായി മാറിയനെ. പക്ഷേ ഇപ്പോൾ സാത്താൻ എന്നെ കുടുക്കാൻ കൊണ്ടുവച്ച അന്ധകാരത്തിന്റെ, അതായത് മുമ്പേ ഉണ്ടായിരുന്ന ആ അന്ധകാരം, ആ കുടുക്കിനെ
ഇപ്പോൾ എൻ്റെ മുമ്പിൽ മറ്റൊരു രൂപത്തിൽ സാത്താൻ ക്രിയേറ്റ് ചെയ്ത് എന്നെ അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യത്തക്ക എൻ്റെ വീക്ക് പോയിന്റിനെ മനസ്സിലാക്കി ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ട് വെച്ച് തന്നപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം രണ്ടാ. ഒന്ന്, സാത്താന്റെ ഡെക്കറേഷനിലേക്ക് എൻ്റെ കണ്ണിനെ എനിക്ക് കൊണ്ടുപോകാം, എൻ്റെ മനസ്സിനെ എനിക്ക് വിടാം. പക്ഷെ എൻ്റെ സ്പിരിറ്റ് പറഞ്ഞു, നോ, എനിക്ക് പൊള്ളുന്നു, നീ ചെയ്യുന്നത് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. കണ്ണുമാറ്റ വിൻഡോ അടയ്ക്ക്, കണ്ണുമാറ്റ വിൻഡോ അടയ്ക്ക്, കണ്ണുമാറ്റ വിൻഡോ അടയ്ക്ക്. ഇത് അകത്ത യുദ്ധമാ. അകത്തെ മനുഷ്യനും പുറത്തെ ദാവീദും തമ്മിലുള്ള യുദ്ധമാ. പക്ഷേ ആ ഒരു സീനിൽ അയാൾക്ക് അകത്തെ മനുഷ്യന്റെ വായെ പൊത്തിക്കളയേണ്ടി വന്നു. ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കകത്തും നമ്മുടെ അകത്തിരിക്കുന്ന അന്തരാത്മാവ് ശ്വാസം മുട്ടുന്നുണ്ട്. എന്നെ കർത്താവ് ഭയങ്കരമായിട്ട് തൊടുന്നു. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കകത്തും നമ്മൾ ആള് ഭയങ്കര ഭക്തി സാന്ദ്രമായ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയൊക്കെ ആയിരിക്കും. പക്ഷേ ഒന്ന് കറക്റ്റ് ഒന്ന് ട്യൂൺ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കകത്തും, ഒരു ദിവസത്തെ കാര്യം എടുത്താൽ മതി, പല കാര്യങ്ങൾക്കകത്തും അന്തരാത്മാവ് ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടി സഫർ ചെയ്താ കഴിയുന്നേ. സ്പിരിറ്റിനെ ഫ്രീ ആക്കണം, ആത്മാവിനെ ഫ്രീ ആക്കണം. ഇത് എല്ലാവർക്കും ഒന്നും സൂഹിക്കത്തൊന്നുമില്ല ഈ സന്ദേശം, അതെനിക്കറിയാം. എല്ലാവർക്കും ഒന്നും സൂഹിക്കത്തൊന്നുമില്ല. സുഖിക്കുന്നവർക്ക് സുഖിച്ചാൽ മതി. ഇത് സുഖിക്കാനുള്ള മെസ്സേജും അല്ല, ഇത് പണിയപ്പെടാനുള്ള സന്ദേശമാണ്. എനിക്ക് ആളെ കൂട്ടണ്ട, എനിക്ക് ആത്മാവിനെ സ്വർഗത്തിൽ എത്തിക്കാനാണ് ദൈവം എന്നോട് പറഞ്ഞേക്കുന്നത്. അവരെ ഒരുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരുങ്ങേണ്ടത് നിങ്ങളാ, ഞാനും നിങ്ങളും ഒരുങ്ങാനുള്ളവരാ. ഹല്ലേലൂയ. പല കാര്യങ്ങൾക്കകത്തും, നമ്മുടെ പല കാര്യങ്ങൾക്കകത്തും നമ്മുടെ അകത്തിരിക്കുന്ന അന്തരാത്മാവ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. താങ്ക് യു ലോർഡ്. ഇല്ലേ, നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സന്ദർഭത്തിലും പലപ്പോഴും അന്തരാത്മാവ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പറയാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ നമുക്കതറിയാം, പക്ഷെ നമ്മളത് എത്ര പ്രാവശ്യം നോട്ടീസ് ചെയ്യുന്ന എനിക്കറിയില്ല. നമ്മളൊരു കാര്യത്തെ ഒന്ന് മറയ്ക്കാൻ ഒരു നുണ കയറ്റിയാൽ, നമ്മൾ ദൈവവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ദൈവവിരുദ്ധമായിട്ടുള്ളൊരു കമൻ്റ് അടിച്ചാൽ, നമ്മൾ ദൈവവിരുദ്ധമായൊരു കാര്യം കണ്ടാൽ, നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. എന്നിട്ട് നമ്മളോട് കെഞ്ചും, പ്ലീസ് ലീവ് മീ, അലോ മീ ടു എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഗാഡ്. അത് നമ്മളോട് കെഞ്ചും. പക്ഷെ നമ്മളിൽ എത്ര പേരത് അറിയുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ അത് അറിഞ്ഞാൽ അവിടെ നിന്റെ വിജയമാണ്. പിശാചിന് നിന്നെ ട്രാക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല, നീ എവിടാന്ന്. ഇത് സാത്താൻ്റെ നിയന്ത്രണ സംവിധാനത്തിനകത്ത് 2 അടി അടിച്ചു നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാം. കാരണം നമ്മൾ അവൻ്റെ GPS-നകത്ത് കിടന്നാ കറങ്ങുന്നേ. നമ്മൾ അവൻ്റെ അനുസരണത്തിൻ്റെ ആത്മാവിനകത്താണ് നിൽക്കുന്നേ. അതുകൊണ്ട് സാത്താൻ 2 അടി അടിച്ചു നോക്കാൻ പറയില്ല, ഞാൻ അവിടെ ഇട്ടിരിക്കുന്ന ഇരയെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇട്ടിരിക്കുന്ന വടക്കിട്ടിരിക്കുന്ന ഇരയെ കൊത്തിക്കൊണ്ടിരിക്കുക. ഉടനെ അവൻ പാഞ്ഞ് അവിടെ വരും. അടുത്തൊരാളെ അന്വേഷിക്കുമ്പോൾ 2 അടി അടിച്ചു നോക്കുമ്പോൾ അറിയാം, അവൻ കിഴക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഇരയെ കൊത്തിക്കൊണ്ടിരിക്കുക. വേറൊരുത്തിനെ അന്വേഷിക്കുമ്പോൾ അവൻ ഞാൻ അവിടെ ഇട്ട വലയെ കുടുങ്ങിക്കിടക്കുക. നിന്നെ ട്രാക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നിന്നെ ദൈവം മറ്റൊരു അന്തരീക്ഷത്തിനകത്ത് ചലിക്കുന്നവനാക്കി കഴിഞ്ഞാൽ, ട്രാക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ മറ്റൊരു അന്തരീക്ഷത്തിനകത്ത് ചലിക്കുന്ന ഒരു മനുഷ്യനാക്കി കഴിഞ്ഞാൽ, നിങ്ങളെ എവിടെയാണ്, നിങ്ങളുടെ ലെവൽ ഏതാന്ന് പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം മറ്റൊരന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരനുസരണത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവനാക്കാൻ വിധേയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, തിരുവെഴുത്ത് പറഞ്ഞു, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞതുപോലെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരാ നമ്മളും. ഞാൻ യേശുവിനെ ഉദ്ദേശിച്ചത്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ സർപ്പത്തിന്റെ തല തകർക്കും. നമ്മളെയും കർത്താവ് ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തു. അതാണ് നമ്മുടെ മദർ, നമ്മുടെ അമ്മ. നമ്മളും ജനിച്ചതാ യേശു ക്രിസ്തുവിനാൽ നമ്മൾ ജനിപ്പിക്കപ്പെട്ടവരുമാ.
അങ്ങനെയാണെങ്കിൽ യേശു ചെയ്തതിനേക്കാൾ അധികം ചെയ്യത്തക്ക നിലയിൽ കാലുകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തി, കൈകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തി, ആത്മാവിനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തി, അന്തരാത്മാവിനെ ഉറപ്പിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് ഈ സന്ദേശം ഗ്രഹിക്കുന്ന ചിലരിലേക്ക് വ്യാപരിക്കട്ടെ. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അറിയുന്നത് കൊണ്ടല്ല, അനുസരിക്കേണ്ടുന്നതിനെ അറിയുന്നത് കൊണ്ടല്ല, അറിയുന്നതിനെ അനുസരിക്കുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, നമ്മളിത് അറിയാതെ പോകരുത്. ഒരു ദൈവവൈതലാണെങ്കിലും ഒരു വിശ്വാസിയാണെങ്കിലും ദൈവദാസനാണെങ്കിലും ദൈവദാസിയാണെങ്കിലും ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവേതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് ആ ആത്മാവ് മതി. അന്നേക്ക് അന്നത്തെ ദോഷം മതി എന്നല്ലേ പറയുന്നത്. ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് അത് മതി. ഇനിയിപ്പോ പുതിയ കൂടിയ വീര്യമുള്ള സാധനമൊന്നും ഇനി ഇറങ്ങി വരണ്ട. ഓരോ സെക്കൻഡിലും വിജിലന്റ് ആയിരിക്കുക. ഓരോ സെക്കൻഡിലും വിജിലന്റ് ആയിരിക്കുക. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് കർത്താവ് അതിശക്തമായിട്ടുള്ള റെവലേഷൻസും ടോപ്പിക്സും ഒക്കെ കർത്താവ് കൊടുത്തിട്ടും കേൾക്കുന്നവരതനുസരിച്ച് ആ രീതിയിൽ അങ്ങോട്ട് പണിയപ്പെട്ട് കയറി വരുന്നില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. യൂട്യൂബിലാണേലും സൂമിലാണേലും. കാരണം ഇതിനകത്ത് പലരും ഭയങ്കരമായിട്ടുള്ള വിളി അടക്കുന്നവരാണ്, ഭയങ്കര ശക്തിയുള്ളവരാ. പക്ഷെ അവരെയൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് സാത്താൻ അങ്ങ് ആണിയടിച്ചിട്ടേക്കുക. ഇപ്പോഴത്തെ സാഹചര്യം അനുവദിച്ചാലേ കാര്യങ്ങൾക്ക് അവർക്ക് നീക്കുപോക്കുള്ളൂ എന്നൊരു നിലവാരത്തിനകത്തേക്ക് അവർ, ആ ഒരു ചട്ടക്കൂടിനകത്തേക്ക്, ആ ഒരു അനുസരണത്തിനകത്തേക്ക് അവർക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് പവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അനുദിനം ദൈവാത്മാവ് പുതുബലം അയച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അവരുടെ റെസിസ്റ്റൻസ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴോ അനുസരണക്കേടിന്റെ ആത്മാവ്, ഡിസൊബീഡിയൻസ്, ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിന്റെ ആത്മാവ്. ഈ അനുസരണക്കേടിന്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞ ഒത്തിരി കാര്യമുണ്ട്. എന്തൊക്കെ നമ്മൾ ചെയ്യണമോ അതൊന്നും ചെയ്യാതാക്കുന്ന ആത്മാവാണ് ഡിസൊബീഡിയൻസിന്റെ സ്പിരിറ്റ്. നമ്മളെ എന്ത് ചെയ്യാൻ വിളിച്ചിരിക്കുന്നോ അതൊന്നും ചെയ്യാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ അത് ചെയ്യാതിരിക്കാൻ ഏതൊന്നിനകത്ത് കുടുക്കിയിടണോ അതിനകത്ത് കുടുക്കിയിടുന്ന ആത്മാവാണ് ഡിസൊബീഡിയൻസിന്റെ ആത്മാവ്. കേവലം ഒരു ചായ ഉണ്ടാക്കി വെച്ചു എനിക്ക് കുടിക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്ന അനുസരണക്കേടിന്റെ ആത്മാവല്ല ഈ പറയുന്നത്. ഈ അനുസരണക്കേടിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കകത്തും മുടക്കം വരുത്തിയിട്ടിരിക്കും. ഏത് മേഖലയ്ക്കകത്തും മുടക്കം വരുവാൻ കഴിവുള്ള ആത്മാവാണ് ഡിസൊബീഡിയൻസിന്റെ സ്പിരിറ്റ്. ദൈവത്തെ അനുസരിച്ചാലേ, സ്നേഹിച്ചാലേ എനിക്കാണേലും നിങ്ങൾക്കാണെങ്കിലും ബ്ലെസ്സിങ് ഉള്ളൂ, നിലനിൽപ്പുള്ളൂ, മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ അഴിമതി ചെയ്തിട്ടും കള്ളക്കടത്ത് നടത്തിയിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കും പറ്റുകയില്ല. ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു സംവിധാനമുണ്ട്. അതിനെയൊന്നും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ എത്ര വലിയ തീവ്രവാദിയാന്ന് പറഞ്ഞാലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ? നിയമം അതിന് അനുവദിക്കുന്നില്ല. അത് നമ്മുടെ ഭരണ സംവിധാനത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നതുപോലെയാണ് ദൈവത്തിന് നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടും ദൈവ സംവിധാനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടും അതിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ദൈവം അനുവദിക്കത്തില്ല. അനുസരണക്കേടിന്റെ ആത്മാവിനെ നമ്മുടെ ലൈഫിൽ അനുവദിച്ചാൽ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കർത്താവ് വിഡ്രോ ചെയ്യും, എന്നിട്ട് അത് ഏൽപ്പിച്ചു കൊടുക്കും. അതാ സംഭവിക്കുന്നത്. അനുസരണക്കേടിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം തടയപ്പെടും.
അവൻ്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടും, അവൻ്റെ ഉയർച്ച തടയും, വളർച്ച തടയും, അവൻ്റെ മിനിസ്ട്രി ബ്ലോക്കാവും, അഭിഷേകം ബ്ലോക്കാവും. അവൻ്റെ അഭിഷേകത്തിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ബ്ലോക്ക് ചെയ്യും. പല രീതിയിൽ അത് നമ്മുടെ ലൈഫിൽ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവേദ എന്നുള്ളതും ഇപ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവേദ എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ആത്മാവേദ, ഇപ്പോൾ എൻ്റെ മൈൻഡിനെ നിയന്ത്രിക്കുന്ന ആത്മാവേദ, ഇപ്പോൾ എൻ്റെ ബോഡിയെ നിയന്ത്രിക്കുന്ന ആത്മാവേദ, ഇപ്പോൾ എൻ്റെ സ്പിരിറ്റിനെ നിയന്ത്രിക്കുന്ന ആത്മാവേദ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് കയറണം. നിങ്ങൾ കണ്ടോ? പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഇതിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആളൊന്നും ആകുന്നില്ല. അറിഞ്ഞതിനെ അനുസരിക്കുമ്പോഴേ ഞാൻ അദ്ദേഹത്തിൻ്റെ ആളാവുന്നുള്ളൂ. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ നമ്മളെപ്പോഴും പറയും മുടിയനായ പുത്രൻ എന്ന്. അവൻ മുടിയനായ പുത്രനല്ല, അവൻ അപ്പനെ വിട്ടുപോയപ്പോൾ മുടിഞ്ഞു പോയതാ. മുടിയനായ പുത്രൻ നമ്മൾ പറഞ്ഞുപോയി. പക്ഷെ ആക്ച്വലി അവൻ മുടിയനായ പുത്രനായിട്ടല്ല ജനിച്ചത്. അവൻ അപ്പൻ്റെ സംവിധാനങ്ങൾക്കകത്തുനിന്നും സ്നേഹത്തിനകത്തുനിന്നും കരുതലിൻ്റെ അകത്തുനിന്നും വീട്ടിൽ നിന്നും എല്ലാം അവൻ പുറത്തു പോയപ്പോൾ അവൻ മുടിഞ്ഞു പോയി. അതാണ് സംഭവിച്ചത്, അതാണ് സംഭവിക്കുന്നത്. നമ്മളെ ആരെയും മുടിഞ്ഞു പോകാൻ വേണ്ടി കർത്താവ് സൃഷ്ടിച്ചിട്ടില്ല. എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്. കാരണം മനുഷ്യന് ദൈവം ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മളാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതൊരു കഴിഞ്ഞ കാലം. അനുസരിച്ച് നടന്നു. ഇയാൾ ഒരിക്കൽ കിളിവാതിലിൽ കൂടെ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ഒരു കാലം അതുണ്ടായി. ദൈവം ക്ഷമിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും പോയി അത് ചെയ്യല്ല. നീ ഒരിക്കൽ അപ്പനെ ഉപേക്ഷിച്ച് നീ ദൂരദേശ യാത്ര പോയി കയ്യിലുള്ള എല്ലാം വിറ്റുപെറുക്കി ഇനി ഒന്നും കയ്യിലെടുക്കാനില്ല എന്ന് കണ്ടപ്പോൾ വിശന്നപ്പോൾ പന്നിക്ക് കൊടുക്കുന്ന വാളവിര നീ കഴിച്ചു. നിനക്ക് സുബോധം കർത്താവ് തന്നപ്പോൾ നീ വീണ്ടും അപ്പൻ്റെ വീട്ടിൽ മടങ്ങി വന്നു. നീ തിന്നു കൊഴുത്തതിന് ശേഷം വീണ്ടും നീ അപ്പനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവല്ലേ? അപ്പൻ ക്ഷമിച്ചു, നിനക്ക് നഷ്ടപ്പെട്ട എല്ലാം മടക്കി തന്നു, വീട്ടിൽ കയറിക്കോളാൻ പറഞ്ഞു, ആസ്വദിച്ചോളാൻ പറഞ്ഞു, ജീവിച്ചോളാൻ പറഞ്ഞു. പക്ഷെ വീണ്ടും നീ ഇച്ചിരി കഴിച്ചൊന്ന് നെയ് കയറുമ്പോൾ പിന്നെ നീ അപ്പനെ തള്ളിയേച്ച് ഇറങ്ങിപ്പോവരുത്. ഒരു കാലം അനുസരിച്ച് നടന്നു, അനുസരണക്കേടിന്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നു. എന്നാൽ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത്. മനസ്സിലായോ? ആ പാർട്ട് എവിടാന്ന്? നമ്മളിൽ തന്നെയുള്ള പാർട്ടാ. മനോവികാര ഇഷ്ടങ്ങൾ. നമ്മുടെ പോരാട്ടം കിടക്കുന്ന അവിടെയാണ്. മനസ്സിനും വികാരങ്ങൾക്കും ഇടയിൽ ഒരു ഭയങ്കര യുദ്ധമുണ്ട് ആത്മമനുഷ്യന്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മാൻ ഈസ് എ ട്രൈക്കോട്ടമി. നമ്മുടെ ദൈവത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ നിയമത്തെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എൻ്റെ സ്പിരിറ്റിൽ മാത്രമല്ല, എൻ്റെ സ്പിരിറ്റിലും എൻ്റെ സോളിലും എൻ്റെ ബോഡിയിലും എല്ലാം ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അവിടെയാണ് സക്സസ്. എനിക്ക് കുറച്ച് പൈസ അധികം വന്ന എല്ലാത്തിനും ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ വക മാറ്റി അക്കൗണ്ടിൽ കാണിക്കാതെ കുറച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൂഴ്ത്തി വെച്ചിട്ട് കുറച്ച് പൈസ മാത്രം അക്കൗണ്ടിൽ കാണിച്ച് അതിന് ഗവൺമെന്റിന് ഞാൻ ഇൻകം ടാക്സ് കൊടുത്തിട്ട് ബാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കൂടെ ഇൻകം ടാക്സ് കൊടുത്തതിന്റെ പരിരക്ഷ എനിക്ക് ലഭിക്കുന്നില്ല. മാറ്റിവെച്ച പണം കള്ളപ്പണം തന്നെ. ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു ആഴം മനസ്സിലായോ? മാറ്റിവെച്ച ഇയാള് അക്കൗണ്ടിൽ കാണിക്കാത്ത കാര്യം കള്ളപ്പണം തന്നെ. അകത്ത് ആത്മാവ് തുടിക്കും. നീ ചെയ്ത കള്ളത്തരം അല്ലേ എന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ അങ്ങ് വാവത്തും. ഇതുപോലെയാണ് സ്പിരിറ്റിലേക്ക് ഉള്ളത്. നമുക്ക് എടുക്കാവുന്നത് മാത്രം എടുത്തേച്ച് ബാക്കി നമ്മൾ അക്കൗണ്ടിൽ കൊള്ളിക്കാതിരുന്നാൽ നമ്മൾ ചെയ്യുന്ന തെറ്റല്ലാതെ വരുന്നില്ല.
നമ്മൾ ചെയ്യുന്ന നിയമ ലംഘനമല്ലാതെ വരുന്നില്ല. അതുകൊണ്ട് അത് സങ്കീർത്തനത്തിൽ പറയുന്നത്, അതിക്രമങ്ങൾ ക്ഷമിച്ചും പാപങ്ങൾ മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മളൊരു ഭാഗ്യ പദവിയിലാണ് ഇപ്പം നിൽക്കുന്നത്, ഭയങ്കര ഭാഗ്യ പദവിയിലാണ് നിൽക്കുന്നത്. എൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞു. ഭയങ്കര ഒരു ഭാഗ്യ പദവിയിലാണ് നിൽക്കുന്നത്. ഞാൻ വാക്യം കൂടെ വായിച്ചിട്ട് നിർത്താൻ പോവുക. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം. ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു മുമ്പേ ഒരു സമയം നിങ്ങൾക്കുണ്ട്, ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ അവസ്ഥകളെ ദൈവം ഇപ്പോഴും മാറ്റി പുതിയൊരവസരം തരാൻ വിശ്വസ്തനാണ്. എത്ര ദൈവമക്കൾക്ക് ആ അവസരത്തെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ, അവരെല്ലാവരും ഈ സമയം പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പുതിയൊരു നിലയിൽ പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ജീവിതങ്ങളെ മാനിക്കാനും മാറ്റാനും പോകുന്നു. നിങ്ങളുടെ ഇരുട്ടിൻ്റെ കാലങ്ങളെ നിങ്ങളിനി ഓർക്കാത്ത പോലും നിലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു. റഷിൽ ഖേ മാമാമാസി. പ്രാർത്ഥിക്കുക എല്ലാ ദൈവമക്കളും, എല്ലാവരും. എല്ലാവരും എല്ലാവരും അനുവദിക്കുക. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് അനുവദിക്കുക. എനിക്കൊരു രൂപാന്തരം വേണമെന്ന് പറയുക. നമ്മൾ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അനുസരിക്കുന്നിടത്ത് അനുഗ്രഹം വെളിപ്പെടുന്നത്. അനുസരിക്കുന്നിടത്ത് മാത്രം. Liprasinto rufini tabarakono rasine mekano guhutesh ralelelele baba baba yesha rufe bebe 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 shikorobo. പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഇതിനകത്ത് മൂടുന്നുണ്ട്. ചിലരെ ഭയങ്കരമായിട്ട് കർത്താവ് തൊട്ട് കഴിഞ്ഞു. ഓൾറെഡി അവർ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങളെ ദൈവം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എവിടെയൊക്കെയോ നിങ്ങളുടെ ആ ട്രൈക്കോട്ടമിയിൽ എവിടെയൊക്കെയോ കർത്താവിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിന് വിട്ടുകൊടുക്കുക. ഈ സെക്കൻഡിൽ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ മനോവികാര മേഖലകളിലാണ് ഒരു വിടുതൽ ആവശ്യമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ ഒരു വിടുതൽ ആവശ്യം, എവിടെ വെച്ചാണോ സാത്താൻ നിങ്ങളെ ലീഗലി ബ്ലോക്ക് ചെയ്യുന്നത്, ആ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്ദർശനത്തെ അനുവദിക്കുക. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങിൽ മാത്രം വിശ്വസിക്കും. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. Shelemacasia, Shelebalabasia,
ഷെബാറാസിഖോറുമുഹുഷ് ലേബറസിയാന്തോറുബോ. നിങ്ങളൊന്ന് ആത്മാവിൽ ഏകാഗ്രമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് റാസെ മേനെ മേ 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 റാസെ ലേബക്കെ മാമാ ഷെലരേസി കമ ലാഗോസിഖെ തേരെ മാമാ. അങ്ങേ മാത്രം നോക്കുന്നു, അങ്ങിൽ മാത്രം ചാരുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങേ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ വീഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. ലാ ലാ രാ രാ രേ രാ 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 രേ. ഓ സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളെ കൊണ്ട് സ്വന്തം ബുദ്ധിയിലോ കഴിവിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് തീയുടെ ബലത്തെ കെടുത്താൻ പറ്റും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വിശ്വാസത്താൽ നമുക്ക് കോട്ടകളെ ഇടിക്കാൻ പറ്റും, രാജ്യങ്ങളെ പിടിച്ചടക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത വിശ്വാസ വീരന്മാരുടെ പട്ടിക പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അസംഖ്യം ഇങ്ങനെ നീളുകയാണ്, നീണ്ടു കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വീണുപോയടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ ദൈവം നമുക്കൊരു കൃപ തരാൻ ആഗ്രഹിക്കുമ്പോൾ മറുതലിക്കാതെ സംശയിക്കാതെ ഈ സെക്കൻഡിൽ ഒന്ന് ഉണർന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ, ദൈവത്തിനായി ഒന്ന് വിശ്വസ്തരാകാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വലിയ പ്രകാശം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇരുൾ മൂടിയ മേഖലകളിൽ കർത്താവ് ഓപ്പണാക്കട്ടെ. ദൈവം ഓപ്പണാക്കട്ടെ, ദൈവം ഓപ്പണാക്കട്ടെ, ദൈവം ഓപ്പണാക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. പിതാവേ, ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു, ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച തിരുവെഴുത്തിനായി സ്തോത്രം, നൽകിയ നല്ല സമയത്തിനായി നന്ദി, പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി സ്തോത്രം, നൽകിയ അപ്പനുറുക്കുകൾക്കായി നന്ദി. ഞങ്ങളിത് ഒന്നുപോലും നിലത്ത് വീഴാതെ മുഴുവനും ഏറ്റെടുക്കുന്ന കർത്താവേ, ഭക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾക്കിതിനകത്തൊന്ന് നിലനിർത്തണമേ. ഏലിയാവിന് ഒരപ്പവും ഒരടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത ബലത്തിൽ 40 ദിവസം താൻ വഴി നടന്നതുപോലെ കർത്താവേ, ഞങ്ങളെ വഴി നടത്തുവാൻ അന്ത്യത്തോളം വിശ്വസ്തര വഴി നടത്തുവാൻ ഈ അപ്പനുറുക്കുകൾ ഞങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവത്തിന് നന്ദി പറയുന്നു. കൂടി വന്ന ജനത്തെ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി മാറണമേ കർത്താവേ. ഇവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറണമേ. ഇവരെ കർത്താവ് പണിതെടുക്കണം. ഇവരുടെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികളെയും ദൈവശക്തി സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും എല്ലാ ദൈവമക്കളോടും കേട്ട തിരുവെഴുത്തിനോടും കർത്താവിൽ സകല വിശുദ്ധന്മാരോടും നമ്മുടെ ഈ കൂട്ടായ്മയിൽ നടക്കുന്ന ഓരോ മീറ്റിങ്സിനോടൊപ്പവും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു നിമിത്തം നമുക്ക് ജയം തന്ന ദൈവത്തിന് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ മീറ്റിംഗ് നടക്കുന്നു. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിത്യവും ദൈവവചനം കേൾക്കാനും പഠിക്കാനും ഒരു 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 അഭിഷേകമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഈ സന്ദേശം മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്താട്ടെ. തുടർച്ചയായിട്ടുള്ള ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്താട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ടെസ്റ്റിമണീസും ഒക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും, സഹായിക്കും. അടുത്ത ദിവസം കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ